لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولوطا إذ قال لقومه إنكم لتأتون الفاحشة ما سبقكم بها من أحد من العالمين أي إنكم لتأتون الرجال وتقطعون السبيل وتأتون في ناديكم المنكر فما كان جواب قومه إلا أن قالوا ائتنا بعذاب الله إن كنا من الصادقين സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. സമൂഹത്തിനിടയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയം പറയുക എന്നത് തന്നെ മാനക്കേടാണ്. ആ വിഷയം വിശദീകരിക്കുകയല്ല, അത്ര വലിയ വൃത്തികെട്ട ഒരു സംഗതി പരിശുദ്ധ ഖുർആൻ നിരൂപണം ചെയ്യുമ്പോൾ സ്വീകരിച്ചിട്ടുള്ള സാംസ്കാരിക സമുന്നതിയെക്കുറിച്ച് വിവരിക്കുകയാണ്. അതിനിടയിൽ ആ വിഷയവും ചിലപ്പോൾ തൊട്ട് പോയി എന്ന് വരും. മാനക്കേടില്ലാത്ത രീതിയിൽ മാന്യമായി ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പായി ചില സൂചനകളിലൂടെ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിനു മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാമിനെ അള്ളാഹു തീരുമാനിച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് ഈ കാണുന്ന വിശാലമായ അളവ് അള്ളാഹുവിന് മാത്രം അറിയുന്ന അത്രയും വിശാലമായി പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നു. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ അവൻ സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും മുസ്ലിമീങ്ങളാക്കിക്കൊണ്ടാണ് അവൻ സൃഷ്ടിച്ചത്.
അവന് കീഴ്പ്പെട്ട് അവന് വഴിപ്പെട്ട് അവനെ അനുസരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രാപഞ്ചിക വസ്തുക്കളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പിന്നെയും എത്രയോ കാലം അല്ലാഹു ഉദ്ദേശിച്ച അത്രയും കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഭൂമിയിലെ നമുക്കറിയാവുന്ന ഉത്കൃഷ്ട ജീവികൾ എന്ന് നമ്മൾ പറഞ്ഞു പോരുന്ന മനുഷ്യരെ സൃഷ്ടിക്കാൻ തുടങ്ങി. മനുഷ്യരുടെ സൃഷ്ടിപ്പ് തന്നെ തുടങ്ങുന്നത് ആണ് പെണ്ണിലൂടെയാണ്. ഖുർആനിന്റെ വിവരണമനുസരിച്ച് ആദമിലൂടെ ആദമിനെ എങ്ങനെയാണോ അള്ളാഹു ഭൂമിയിലേക്ക് പഠിച്ചത് അതേപോലെ അതിന്റെ ഇണയെയും പഠിച്ചു. രണ്ട് വിഭാഗത്തിന്റെയും പ്രകൃതി മനസ്സിലാക്കുവാൻ ചില ആലങ്കാരിക ശൈലികൾ തീർച്ചയായും ഖുർആനും പ്രവാചകന്മാരും ഉപയോഗിച്ചിട്ടുണ്ട്. ആ ആലങ്കാരിക ശൈലികളൊക്കെ ഉദാഹരണങ്ങളും ഉപമകളുമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എഴുതി രേഖപ്പെടുത്തി ലോകത്ത് നിലവിലുള്ള ഗ്രന്ഥസമാഹാരങ്ങളിലൂടെ കടന്നുപോകാതെ ഏറ്റവും വലിയ ഗ്രന്ഥം മനുഷ്യന്റെ ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് ഉപോത്ബലകമായി പടച്ചതമ്പുരാന്റെ ദിവ്യ സന്ദേശങ്ങളുമാണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ കാര്യങ്ങൾ വേഗം ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയും. അതല്ല മുമ്പേ പോയതിന്റെ പിന്നാലെ തന്നെ പോകണം എന്ന ദുർവാശി നമുക്കുണ്ടെങ്കിൽ പിന്നാലെ നടക്കാനല്ലാതെ ഒരിക്കലും മുമ്പിൽ നടക്കാൻ നമുക്ക് കഴിയുകയും ഇല്ല. ഇതെല്ലാം ചില സൂചനകളാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു ഇണയെയും തുണയെയും സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകത്ത് എല്ലാ സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു ഇണതുണകളായി സൃഷ്ടിച്ചതുപോലെ മനുഷ്യനെയും അവന്റെ വംശവർദ്ധനവിന് വേണ്ടി ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ആ വംശവർദ്ധനവിന്റെ മാർഗദർശനം നൽകിയത് പോലും എവിടെയാണോ അവരെ രണ്ടുപേരെയും സൃഷ്ടിച്ചു വെച്ചത് അവിടെ വെച്ച് തന്നെയായിരുന്നു. അതും ഉപമകളിലൂടെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് മനുഷ്യർ മറ്റു ജീവജാലങ്ങളെപ്പോലെ സൃഷ്ടിജാലങ്ങളെപ്പോലെ ഇണയും തുണയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് അതിന്റെ വികാസം നടക്കുന്നത്. ആ വികാസം നടക്കുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടി ആ ബന്ധങ്ങൾ അവന് ഏറ്റവും വലിയ കൗതുകകരവും സന്തോഷകരവും ആനന്ദകരവുമായ ഒരു ക്രിയ, ഒരു പ്രവൃത്തിയാക്കി അള്ളാഹു മാറ്റുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ആ ബന്ധം ഇത്ര ആനന്ദകരമാക്കി മാറ്റിയത്, രുചികരമാക്കി മാറ്റിയത്? അത് വലിയ ഒരു ഭാരം അതിന്റെ ശേഷം അവൻ വഹിക്കേണ്ടതുണ്ട്. അവൻ മാത്രമല്ല, അവനും അവളും വലിയൊരു ഭാരം വഹിക്കേണ്ടതുണ്ട്. മനുഷ്യൻ അനുഭവിച്ച സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അനിവാര്യമായ ഭാരമാണ് അവൻ തന്നെ സംരക്ഷിക്കേണ്ട അവന്റെ കുടുംബം. ഞാൻ അനുഭവിച്ച, എന്റെ ഇണയും അനുഭവിച്ച ഞങ്ങളുടെ ആനന്ദത്തിന്റെ അനിവാര്യമായ ഭാരം, അതിന് വേണമെങ്കിൽ ചുമതല എന്ന് പറയാം. അതാണ് എന്റെ കുടുംബം, നമ്മുടെ എല്ലാവരുടെയും കുടുംബം. ആ ആനന്ദം എത്രമാത്രം സന്തോഷത്തോടുകൂടി നാം ആസ്വദിച്ചുവോ അതിനേക്കാൾ അപ്പുറം സന്തോഷത്തോടുകൂടി ആ ബന്ധത്തിലൂടെ ഈ ഭൂലോകത്തേക്ക് വന്ന നമ്മുടെ മക്കൾ എന്ന് പറയുന്ന ഇണതുണകളെ നമ്മൾ ആനന്ദത്തോടുകൂടി അവരുടെ സന്തോഷം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യർ മാത്രമല്ല, ഈ ലോകത്ത് ചലിക്കുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളും ആ ആസ്വാദനം അത് സന്തോഷത്തോടുകൂടി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പശു അതിന്റെ കുഞ്ഞിനെ, ഒരു പൂച്ച അതിന്റെ കുട്ടികളെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ജീവജാലങ്ങളിലേക്കും
അതേപോലെ പറവുകളിലേക്കും ഇഴജന്തുക്കളിലേക്കും ഒക്കെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ സ്വന്തം ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് അവർ ജന്മം നൽകിയ അവരുടെ സന്താനങ്ങളെ സംരക്ഷിക്കുവാൻ അവർ തയ്യാറാകുന്നത്. സൃഷ്ടിജാലങ്ങളോടും ജീവജാലങ്ങളോടും ക്രൂരമായി മാത്രം പെരുമാറി ശീലമുള്ള ഹിംസ്ര ജന്തുക്കൾ പോലും അതിന്റെ കുഞ്ഞുങ്ങളെ എത്ര കൗതുകത്തോടു കൂടിയാണ് വളർത്തുന്നത്. ഇതൊരു വല്ലാത്ത സൃഷ്ടി സ്വഭാവത്തിലെ അത്ഭുതമല്ലേ? മനുഷ്യനെയും അങ്ങനെയാണ്. അതുകൊണ്ട് എത്ര തന്നെ ഭാരമുണ്ടെങ്കിലും പാട്ടുകാരൻ അവന്റെ ആസ്വാദനത്തിന് വേണ്ടി പാട്ട് എന്തെങ്കിലും പാടിയിട്ടുണ്ടാവാം. പക്ഷേ ഒരു ഉമ്മക്കും ഒരു പിതാവിനും ഒരു മാതാവിനും അവരുടെ സന്താനങ്ങൾ ഭാരമാവുകയില്ല. സന്താനങ്ങളുടെ ദുർഗതിയെ ഓർത്തുകൊണ്ട് ജീവൻ ഒടുക്കുവാൻ ചിലപ്പോൾ സന്നദ്ധരായി എന്ന് വരാം. ആ ജീവൻ ആത്മഹത്യ ചെയ്തുകൊണ്ട് ജീവൻ ഒടുക്കുമ്പോൾ ആരും നോക്കാനില്ലാത്ത കുഞ്ഞുങ്ങളെയും കൂടി അവരുടെ കൂടെ കൊണ്ടുപോകാൻ തയ്യാറായി എന്ന് വരാം. അത് ആ കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത കൊണ്ടല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, അവരോടുള്ള അനുകമ്പ കൊണ്ടാണ്. ഇത് ഈ പ്രകൃതിയിൽ പഠിച്ചവൻ വെച്ചതാണ്. ആ പ്രകൃതിയിൽ പഠിച്ചവൻ വെച്ച നല്ല രീതിക്ക് വിരുദ്ധമായി മനുഷ്യൻ എക്കാലവും പലതും ചെയ്തു പോന്നിട്ടുണ്ട്. പക്ഷേ സ്വന്തം വർഗവുമായി ആഗ്രഹപൂർത്തീകരണം നടത്തുക എന്നത് വളരെ വളരെ ചുരുക്കം ചില വ്യക്തികളിലെ ദുസ്വഭാവങ്ങളും ദുർഗുണങ്ങളുമാണ്. പരിശുദ്ധ ഖുർആൻ അത് കൈകാര്യം ചെയ്യുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രവാചകന്റെ അനുയായികളുടെ സ്വഭാവമാണ് വിവരിക്കുന്നത്. അവരോടത് പറയുമ്പോൾ നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല, ഇതിന് മുമ്പ് ലോകത്ത് ആരും അത് ചെയ്തിട്ടില്ല. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. നിങ്ങൾ ഈ ചെയ്യുന്ന ദുഷ്കൃത്യം ഇതിന്റെ മുമ്പ് ലോകത്ത് ആരും ചെയ്യാത്തതാണ്. ആരും ചെയ്യാത്തതാണെന്ന് പറഞ്ഞാൽ ലോകം അതിനെ അറപ്പോടെ വെറുപ്പോടെ കണ്ടുപോന്നിട്ടുള്ളതാണ്. അങ്ങനെ അറപ്പോടെ വെറുപ്പോടെ കണ്ടുപോന്നിട്ടുള്ള ഒരു പണി നിങ്ങളിത് നിർബാധം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ചെയ്യാം, ഒറ്റക്കും തെറ്റക്കുമായി ചെയ്യാം. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ പരിധി വിട്ടു. ഖുർആൻ അത് കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഇത്ര വലിയ ഒരു ദോഷമാണല്ലോ ചെയ്യുന്നത്. ലൂത്തൻ ഇത് കാലിലെ കൗമിഹി, ലൂത്ത് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു. അത് സ്മരിക്കേണ്ട ഒരു രംഗമാണ് പറയുന്നത്. ഇന്നക്കും ലതഅതൂനൽ ഫാഹിശത, നീചവൃത്തി നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ നീചവൃത്തി ചെയ്യുന്നു. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. നിങ്ങൾ ഈ ചെയ്യുന്ന നീചവൃത്തി ലോകത്ത് ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല, ആരും ചെയ്യാത്തതാണ്. നിങ്ങളത് തുടക്കം കുറിച്ചു. എന്നിട്ട് അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. ആ ഇന്നക്കും ലതഅതൂന റിജാല, പുരുഷന്മാരെ സമീപിക്കുകയാണ് നിങ്ങൾ. എത്ര സംസ്കാരവും മാന്യതയും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഖുർആന്റെ പ്രയോഗം. നമ്മളിപ്പോൾ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന ആ പദങ്ങൾ പോലും മാന്യതക്ക് നിരക്കാത്തത് കൊണ്ട് ലതഅതൂന റിജാല എന്നാ പറയുന്നത്. പുരുഷന്മാരെ സമീപിക്കുകയാണ്. എന്തിന് എങ്ങനെ എന്ന വിശദീകരണം അവിടെ ഇല്ല. മാന്യതയുള്ള ഒരു മനുഷ്യൻ പറയുന്നതല്ല, മാന്യതയുള്ള ഒരു മനുഷ്യൻ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമല്ല. പക്ഷേ പറയുന്നതിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാകുന്ന ശൈലിയാണ് ഒരു പ്രബോധകൻ തന്റെ പ്രബോധനത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന ബോധവൽക്കരണം അവിടെ നടക്കുകയാണ്. നീചവൃത്തികൾ ഇല്ലാതാക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നീചവൃത്തികളെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രവചീകരിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ തെറ്റിൽ നിന്ന് വിരമിക്കുവാൻ തോന്നുന്നതിനേക്കാൾ കൂടുതൽ
തെറ്റുകളിലേക്ക് പോകാൻ തോന്നിപ്പിക്കുന്ന ശൈലികൾ, അത് ഒരു ദായിയുടെ ശൈലിയല്ല, ഒരു പ്രബോധകന്റെ ശൈലിയല്ല. എത്രത്തോളം അത് മറച്ചു വെക്കാൻ കഴിയുമോ അത്രത്തോളം അത് മറച്ചു വെച്ചുകൊണ്ട്, എന്നാൽ അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ ഒഴിഞ്ഞുമാറി വ്യതിചലിച്ച് നന്മയിലേക്ക് വരണമെന്ന ആഗ്രഹത്തോടുകൂടി ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ശൈലി പ്രബോധനത്തിന്റെ എല്ലാ മേഖലയിലും പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചു. ഇവിടെ മാത്രമല്ല, മോശമായ കാര്യങ്ങൾ പറയുന്നിടത്തൊക്കെ കേൾക്കുന്നവന് മനസ്സിലാകും, പക്ഷേ അവന് അശ്ലീലമായി തോന്നുകയില്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവബഹുലമായ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഒരു സന്ദർഭം ഇങ്ങനെ, ഒരു ദൗർബല്യ നിമിഷം ഇങ്ങനെ കടന്നു പോകുമ്പോൾ, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ, അദ്ദേഹവും കരുതി അവളും കരുതി, അത്രയും പറഞ്ഞുകൊണ്ട് പോവുക. എന്ത് കരുതി? ഇന്നത് കരുതി എന്ന് പറഞ്ഞാൽ അത് അശ്ലീലമാണ്. അതുകൊണ്ട് തിന്മകളുടെ പ്രചരണം, തിന്മകളുടെ നിർമ്മാർജ്ജനത്തിലെ ഒരു ഭാഗമാകരുത്, ഒരു മാർഗമാകരുത്. ഉണ്ടാവാം തിന്മകൾ, ആ തിന്മകൾ ഇല്ലാതാക്കുവാൻ ആ തിന്മകളെ എടുത്തു കാണിച്ചുകൊണ്ട് കൂടുതൽ പ്രചരിപ്പിച്ച് അവസാനം അതിന്റെ തിക്തഫലം കാണിക്കുന്ന നമ്മുടെ പുതിയ ആധുനിക സിനിമാ രീതികൾ, സീരിയൽ രീതികൾ, അതൊക്കെ മനുഷ്യനെ കൂടുതൽ തെറ്റിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക. അവസാനം അതിന്റെ സൽഫലം എന്താണ്, അതിന്റെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ ആ തെറ്റ് ചെയ്തവൻ മറ്റൊരാളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നശിക്കുന്നതായിരിക്കും. അത് ഏതാനും നിമിഷം കൊണ്ട് തീരും. പക്ഷേ അവൻ ചെയ്യുന്ന തെറ്റുകൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രചരണങ്ങളായിരിക്കും. ആ ശൈലി ഖുർആൻ സ്വീകരിക്കുന്നില്ല. ലതഅ്തൂനദ്ദാല, നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുന്നു. വതഖ്തഊന സബീല, നിങ്ങൾ മാർഗം മുറിക്കുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരുപാട് വ്യാഖ്യാനിച്ച ഭാഗമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വംശവർദ്ധനവിന്, ജീവജാലങ്ങളുടെ വംശവർദ്ധനവിന് പടച്ചതമ്പുരാൻ സ്വീകരിച്ച ലൈൻ നിങ്ങൾ, ആ രീതി നിങ്ങൾ തെറ്റിക്കുന്നു. വതഖ്തഊന സബീൽ, നിങ്ങൾ വഴിമുറിക്കുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ വഴിയോരത്ത് നിന്നുകൊണ്ട് അതിൽ നടന്നു പോകുന്നവരെ കടന്നാക്രമണം ചെയ്യുന്നു, അതേപോലെ പിടിച്ചുപറിക്കുന്നു എന്നൊക്കെ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതുമൊക്കെ അതിന്റെ വിശദീകരണങ്ങളിലാവാം. കാരണം സമനില തെറ്റിപ്പോയ ഒരു വിഭാഗത്തിന്റെ ചെയ്തികൾ അങ്ങോട്ടൊക്കെ കടന്നു ചെന്നു എന്ന് വരാം. മഹാനായ ഷഹീദ് സയ്യിദ് കുത്തുബ് ഇതൊരു മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ് എന്ന് ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മാനസിക രോഗികൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ രോഗത്തിന് വിധേയരായവരാണ് അവർ. അത്തരം ചെയ്തികളിലൂടെ ഇനി അവർ എത്തിച്ചേരുന്നത് ചികിത്സയില്ലാത്ത രോഗങ്ങളിലാണ്, ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത രോഗങ്ങളിലേക്കാണ് അവരെത്തിച്ചേരുന്നത്. ഇതാണ്, അതുകൊണ്ടാണ് അല്ലാഹു മാ സബഖക്കും ബിഹാ എന്ന് പറഞ്ഞത്. അതിന് മുമ്പ് അങ്ങനെ ഒരു സമ്പ്രദായമില്ല. അതുകൊണ്ട് യഥാർത്ഥ മാർഗം അവർ മുറിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ശാരീരിക ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലൂടെ തന്നെക്കാൾ കഴിവുള്ള മനുഷ്യരുടെ ജന്മം നടക്കേണ്ടതുണ്ട്. ഞാൻ ജീവിക്കുന്നു, എന്റെ ഇണയും ജീവിക്കുന്നു, ഞങ്ങളിലൂടെ ഞങ്ങളെക്കാൾ കഴിവുള്ള ധാരാളം ഇണതുണകൾ ഇനി വരേണ്ടതുണ്ട്. അതിന്റെ മാർഗം ഇതാണ്. ആ മാർഗം അവർ മുറിക്കുകയാണ് ചെയ്യുന്നത്. ഈ തലമുറ നശിച്ചുപോയാൽ അടുത്ത ഒരു തലമുറയ്ക്ക് രൂപം നൽകാൻ കഴിയാത്ത വിധം അവരുടെ മാർഗം മുറിച്ചുകൊണ്ട് ഇനി ജനനമില്ലാത്ത ഒരു സമൂഹത്തിന്റെ പതനത്തിലേക്ക് അവരെത്തിച്ചേരുകയാണ് ചെയ്യുക. മാനസിക രോഗികൾക്കല്ലാതെ ആ സ്വഭാവം ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല എന്ന് പടച്ചതമ്പുരാൻ അവിടെ പറയുക. എന്നിട്ട് ആ സ്വഭാവത്തിന്റെ മൂന്നാമത്തെ വശം വിവരിക്കുന്നത് അതിനേക്കാൾ കൗതുകകരമായിട്ടാണ്. മുങ്കറ,
നിങ്ങളുടെ ക്ലബ്ബുകളിലാണ് ഈ മുങ്കറിന് നിങ്ങൾ ചെല്ലുന്നത്. നാദി ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ തന്നെ പോലെയുള്ള മനുഷ്യർ ധാരാളമായി ഒരുമിച്ച് കൂടി വിനോദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലബ്ബുകളുണ്ടല്ലോ, ആ ക്ലബ്ബുകളിലാണ് നിങ്ങൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ ചെല്ലുന്നത്. അവിടെയൊക്കെ തീർത്തിക്കുന്നത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ചെല്ലുന്നത്, നിങ്ങൾ എത്തുന്നത്, ഇന്നത് ചെയ്യാന്നൊന്നും പറയണ്ട. മുങ്കർ ഒരിടത്ത് പറയുന്നത് ഫാഹിഷത്ത്, മറ്റൊരിടത്ത് പറഞ്ഞ മുങ്കർ. ഇനി ഖുർആനിൽ ഇതേ കാര്യം പറയുമ്പോഴത്തെ ഖബായിസ്, നിജവൃത്തി, മോശത്തരം, നാറുന്നത്, ചീഞ്ഞത്, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു. ആ വിഷയം ഇങ്ങോട്ട് പറയല്ല. നമ്മളിപ്പോ പത്രങ്ങളിലൊക്കെ എഴുതുന്ന വിഷയം ആ കോലത്തിൽ പറയുകയല്ല. ഇങ്ങനെ അല്ലാഹു വളരെ ഉന്നതമായ സംസ്കാരം കീപ്പ് ചെയ്ത് ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ഒരു വലിയ തിന്മയെ നേരിടുകയാണ്. അത് എങ്ങനെയാണ് തിന്മകളെ നേരിടേണ്ടത് എന്നതിൻ്റെ ഒരു സംസ്കാരം പഠിപ്പിക്കുകയും കൂടിയാണ്. ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു പണി മനുഷ്യൻ ചെയ്യുന്നതായി നമുക്ക് അറിയില്ലല്ലോ. ആ മോശപ്പെട്ട പണി മനുഷ്യരുടെ മുമ്പിൽ പറയാൻ മടിക്കുന്നു നമ്മളൊക്കെ. അതിനെ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത് എത്ര മാന്യമായിട്ട്. അങ്ങനെയാണ് ലോകത്തുനിന്ന് തിന്മയെ ഇല്ലാതാക്കേണ്ടത്. നാദികളിൽ വെച്ച് എന്ന് പറഞ്ഞാൽ വളരെ പരസ്യമായി അവർ ചെയ്യുന്നു. അപ്പൊ ആ ജനതയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് നാണം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. പടച്ചതമ്പുരാൻ അനുവദിച്ചിട്ടുള്ള ഇണതുണകളുടെ കൂടിച്ചേരൽ പോലും വളരെ രഹസ്യമായി നടക്കണമെന്ന ഒരു സംവിധാനം, ഒരു സംസ്കാരം ഈ ലോകത്തിന്റെ മുമ്പിൽ എല്ലാവരും അംഗീകരിച്ചതാണ്. പ്രത്യേകിച്ച് പടച്ചതമ്പുരാന്റെ ദർശനവും അതിനാണ് പിന്തുണ നൽകുന്നത്. സ്വന്തം മക്കൾക്ക് മാതാപിതാക്കളുടെ അടുത്തേക്ക് കടന്നു വരണമെങ്കിൽ അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ട് കടന്നു വരണം എന്ന് പഠിപ്പിച്ച സംസ്കാരം. എന്റെ ഉമ്മയുടെ അടുത്തേക്ക് എനിക്ക് കടന്നു ചെല്ലാൻ, പുരുഷനായ എനിക്ക് കടന്നു ചെല്ലാൻ എന്റെ ഉമ്മയുടെ അനുവാദം ചോദിക്കണം എന്നാ പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ അതേപോലെ 2-3 സമയം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്റെ മകൾക്ക് എന്റെ അടുത്തേക്ക് വരാൻ അനുവാദം ചോദിച്ചുകൊണ്ട് വരണം ചില സന്ദർഭങ്ങളിൽ. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ആളുകളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്റെ മകളും എന്റെ മകനും എന്റെ മാതാവും എന്റെ പിതാവും കാണാൻ പാടില്ല, അറിയാൻ പാടില്ല. സംഭവം നടക്കുന്നുണ്ടെന്ന് അവർക്കറിയാം, പക്ഷേ അവരുടെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെടുന്നില്ല. അനുവദനീയമായ ഈ കാര്യങ്ങൾ പോലും അത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ച മനുഷ്യന്റെ സമുന്നതമായ സംസ്കാരം, ആ സംസ്കാരം നഷ്ടപ്പെട്ട ഒരു കൂട്ടരെ കുറിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നു. അവരുടെ നാദികളിൽ പരസ്യമായി അവർ ചെല്ലുന്നു. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് വാന്തും തുബ്സിറൂൻ, നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ട് അതേ തെറ്റവർ ചെയ്യുന്നു. വലൂത്തൻ ഇത് ഖാലലി ഖൗമിഹി അതഅ്തൂനൽ ഫാഹിശത വഅൻതും തുബ്സിറൂൻ. സൂറത്തുൽ നംലിൽ അങ്ങനെയാണ് ചോദിക്കുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാം പറയുകയാണ് ജനതയോട്, അതഅ്തൂനൽ ഫാഹിശത, ഈ നീചപ്രവൃത്തി അതിനടുത്തേക്ക് നിങ്ങൾ ചെല്ലുകയാണോ? വഅൻതും തുബ്സിറൂൻ, നോക്കിക്കൊണ്ട്. അവർ ചെയ്യുന്നതും ഇവർ ചെയ്യുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ പരസ്യമായി ക്ലബ്ബുകളിലും അതേപോലെ പൊതുസ്ഥലങ്ങളിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നു. ഓ, എന്തൊരു മോശപ്പെട്ട പണി! എന്താണ് നിങ്ങൾ ഇത്ര തരം താഴ്ന്നു പോയല്ലോ. നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ സംവിധാനിച്ചു വെച്ചിട്ടുള്ള നിങ്ങളുടെ ഇണകളെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ കേവലം ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയോ? വല്ലാണ്ടും കൗമും തജ്ഹലൂൻ, ഇത്ര വിവരമില്ലാത്തവരായി പോയല്ലോ നിങ്ങൾ, ഇത്ര വിവരമില്ലാത്തവരായി പോയല്ലോ നിങ്ങൾ, പരിസരബോധമില്ലാത്തവരായി പോയല്ലോ നിങ്ങൾ.
സംസ്കാരമില്ലാത്തവരായിപ്പോയല്ലോ, മാന്യതയില്ലാത്തവരായിപ്പോയല്ലോ. എന്തൊരു പ്രയോഗം! ബല്ലന്തം ഭൗമത്വ ചേർവ്. ഇതൊക്കെ കേട്ട് അവരുടെ മറുപടി ഫമാകാന ജവാബ ഖൗമിഹി ഇല്ലാ ഖാലു അഖ്രിജു ആല ലൂത്തിൻ മിൻ ഖറിയതികും ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. ഇതൊക്കെ കേട്ട അവർ പരസ്പരം പറഞ്ഞത്, ലോത്തിന്റെ കുടുംബത്തെ നാട്ടിൽ നിന്ന് നിങ്ങൾ ആട്ടിയോടിക്കുക, ലോത്തിന്റെ കുടുംബത്തെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുക, പുറത്താക്കുക. ഇന്നഹും മുനാസുൻ യതതഹറൂൻ. പരിശുദ്ധരായ ജനതയാണവർ. പറഞ്ഞത് പരിഹസിക്കാനാണെങ്കിലും പറഞ്ഞത് സത്യമാണ്. അവരവിശുദ്ധരാണ് എന്നവർ അംഗീകരിക്കുന്നു. മറുഭാഗത്തുള്ള ലൂത്ത് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ അനുയായികളും പരിശുദ്ധരാണ് എന്നവർ തന്നെ പറയുന്നു. അതുകൊണ്ട് പരിശുദ്ധരായ ഇവർക്ക് നമുക്കിടയിൽ ജീവിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് അവിശുദ്ധരായ നമ്മൾ പരിശുദ്ധരായ ആളുകളെ ആട്ടിയോടിക്കണം. ഒരു സ്ഥലത്തല്ല, 2 സ്ഥലത്ത് ചുരുങ്ങിയത് അല്ലാഹു ഇതേ ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. അവർ നല്ല പരിശുദ്ധരാണ്. പരിശുദ്ധ എന്നല്ല, തുഹർ, കുളിച്ച് വൃത്തിയായി, അതെപ്പോഴാണല്ലോ തഹറു എന്ന് പറയാം. കുളിച്ച് വൃത്തിയായി നിൽക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് തഹർ. അപ്പൊ വളരെ വൃത്തിയുള്ളവരാണ് അവർ. ഇതേപോലുള്ള വേണ്ടാവൃത്തികളോ നീചപ്രവർത്തനങ്ങളോ മനുഷ്യന്റെ മാനം കെടുത്തുന്ന പണികളോ അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവര് നമ്മുടെ കൂടെ വേണ്ട, അഖ്രിജു, പുറത്താക്കണം അവരെ. എന്നിട്ട് അദ്ദേഹം ലൂത്ത് നബി അലൈഹിസ്സലാം അവർക്ക് ബോധവൽക്കരണം നടത്തുന്നു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ആ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരൊരു പ്രത്യേക കോലത്തിലാണ് വന്നത്, ഇവരെയൊക്കെ ആകർഷിക്കുന്ന രൂപത്തിൽ. അപ്പൊ എല്ലാവരും കൂടെ ഓടിക്കൂടിയപ്പോ ഹൃദയം നൊന്ത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ നാട്ടുകാരെ, എന്റെ അതിഥികളെ നിങ്ങൾ മാനം കെടുത്തരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാവുലായി ബനാത്തി ഹുന്ന അത്ഹറു ലക്കും. ഇതാ എന്റെ പെൺമക്കൾ, അവരല്ലേ നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധരായിട്ടുള്ളത്, അവരെ ഞാൻ വിവാഹം കഴിച്ചു തരാം. അവർ ചോദിച്ചു, അല്ല ലൂത്ത്, നിനക്കറിഞ്ഞുകൂടെ, ഞങ്ങൾക്ക് നിന്റെ പെൺകുട്ടികളൊന്നും വേണ്ട, ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്താന്ന് നിനക്കറിയാവല്ല ലൂത്ത്, പിന്നെ എന്തിനായി വർത്താനം പറയുന്നത്? അതൊക്കെ വിട്ട് ഞങ്ങൾക്ക് ഇവരെ വേണം. പരിഭ്രാന്തനായി അദ്ദേഹം ചോദിച്ചു, അലൈസ മിൻകും റജുലുൻ റഷീദ്. എന്റെ നാട്ടുകാരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിവേകശാലി പോലും ഇല്ലേ? അലൈസ മിൻകും റജുലുൻ റഷീദ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിവേകമുള്ള മനുഷ്യൻ പോലുമില്ലേ? പരിഭ്രമിക്കുന്ന ലൂത്ത് അലൈഹിസ്സലാമിനോട് മലക്കുകൾ പറഞ്ഞു പേടിക്കുന്ന ഞങ്ങളെങ്ങനെ ആൾക്കാർ. അതാണ് അതിലെ ഒരു ഭാഗം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുവാൻ പോകുന്ന മലക്കുകൾ പോയത് ആദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പല സന്തോഷ വാർത്തയൊക്കെ അറിയിച്ചതിന് ശേഷം ഞങ്ങൾ ഇവരെ നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. കാരുണ്യത്തിന്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാരുണ്യം ചടകുളഞ്ഞെഴുന്നേറ്റു. ഇത്ര മോശപ്പെട്ട പണി ചെയ്യുന്ന ആളുകളെ കൊല്ലാൻ പോവുകയാണ്, നശിപ്പിക്കാൻ പോവുകയാണ്. ഞാനോ നിങ്ങളോ നമ്മളെപ്പോലെയുള്ള ആളുകളോ ആണ് ആ വാർത്ത കേൾക്കുന്നതെങ്കിൽ നമ്മൾ സന്തോഷം കണ്ട് തുള്ളിച്ചാടും. കാരണം അവരങ്ങൾ നശിച്ചു കിട്ടുമല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാരുണ്യത്തിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും കാരുണ്യത്തിന്റെ പ്രവാചകന്മാരിൽ ഒരാൾ. അദ്ദേഹം തർക്കിക്കുകയാണ്, അല്ല അവരെ നിങ്ങൾ എങ്ങനെ കൊല്ലും, അവരെങ്ങനെ നശിപ്പിക്കും? അവിടെ എന്റെ ലൂത്തില്ലേ, ലൂത്തിന്റെ അനുയായികളില്ലേ? ഖുർആൻ പറയുന്നു, അപ്പോഴും യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്. ഇബ്രാഹിം ലൂത്തിന്റെ കാര്യത്തിൽ നമ്മളോട് തർക്കിക്കുകയാണ്.
ആ ജനതയെ രക്ഷിക്കാൻ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമായി പോയി. ഇനി ഇബ്രാഹിം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അള്ളാഹു പറഞ്ഞു. ആ മനസ്സ് എനിക്കും നിങ്ങൾക്കും ആർജിച്ചെടുക്കേണ്ട മനസ്സ്. ചീത്തപ്പണി, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ എങ്ങനെയെങ്കിലും ഒന്ന് നശിച്ചു കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സ്, അള്ളാഹുവിന്റെ സന്ദേശത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്ന പ്രവാചകന്മാരുടെ മനസ്സ്, ഇന്ന ഇബ്രാഹിം ലഅവ്വാഹുൻ ഹലീം. അള്ളാഹുവിനോട് തർക്കിച്ചതിന്റെ ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. തിന്മയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യർ ആരായാലും ആ പ്രവാചകന്മാരുടെ സവിശേഷമായ ഗുണം ഉൾക്കൊള്ളണമെന്ന സന്ദേശമാണ് അവസാനമായി ഇതിൽ നൽകുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണ്.